കാര്യമായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. അമ്മേ അമ്മേ ഇന്ന് എന്നാ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നേ? കപ്പ വേവിച്ചതും കൊഴുവാക്കറിയും ഉണ്ടാക്കിയാലോ? ആ, അപ്പോൾ ഇതാദ്യം തന്നെ നമുക്ക് കപ്പയൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പയൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറി റെഡിയാക്കി എടുക്കാം. മീനിലേക്ക് ആവശ്യത്തിന് തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ മീൻ പെട്ടെന്ന് വേവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും. ആ ഒരു സമയത്ത് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് കപ്പയുടെ കൂട്ട് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ആ ഒരു കൂട്ട് വെന്ത് വരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് നന്നായിട്ട് കപ്പ ഉടച്ചെടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ കപ്പ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കപ്പ. ഇനി നമുക്ക് മീൻകറി നോക്കാം. മീൻകറി ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ കപ്പയ്ക്ക് ഉണ്ടാക്കിയ മുളക് കറിയാണ്, ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ കൂട്ടാണ്. അങ്ങനെ നമ്മുടെ കപ്പയും മീൻകറിയും എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഓൾറെഡി ഞങ്ങൾക്ക് ടേസ്റ്ററായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. ഇതെങ്ങനെയുണ്ടെന്ന് പുള്ളി പറയും, ഇപ്പം തന്നെ നമുക്ക് കേൾക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.